ഞാനൊരു ഓല ഇലക്ട്രിക് യൂസറാണ്. ഞാൻ 6 മാസമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് ഡെയിലി യൂസിന് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി കിട്ടി. അപ്പോൾ ഇതുവരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് 1-2 ഇഷ്യൂ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ കൊണ്ടുപോയിട്ട് ഈസി ആയിട്ട് എൻ്റെ കംപ്ലയിൻറ്റെല്ലാം തീർത്ത് കൊണ്ടുപോയി 4-5 ദിവസം എടുക്കുന്നുണ്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ നോർമലി എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അവർ പെട്ടെന്ന് തന്നെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർവീസിൻ്റെ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഒരു കോമൺ മാനെ എപ്പോഴും ഇത് വളരെ സപ്പോർട്ടാണ്. കാരണം ഈ പെട്രോളിൻ്റെ പ്രൈസൊക്കെ കൂടുന്ന ഈ സമയത്ത് ഈ ഒരു ഇലക്ട്രിക് ചെറിയൊരു പൈസയ്ക്ക് 10-20 രൂപയൊക്കെ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഏകദേശം 180 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ റേഞ്ച് അവർ പറയുന്നത് 180 കിലോമീറ്ററൊക്കെയാണ്. പക്ഷേ അത്രയൊന്നും കിട്ടത്തില്ല. ഒരു 130 മുതൽ 150 വരെയാണ്. നമ്മൾ നല്ല കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 70-80 സ്പീഡിലായി പോയി കഴിഞ്ഞാൽ അത്രയൊന്നും കിട്ടത്തില്ല, 100 കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ നമ്മളറിയാലോ, നമ്മൾ യാത്ര ചെയ്യുന്നതൊക്കെ ഒരു 50 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ 50 റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു 180 കിട്ടും, അതിൽ സംശയമില്ല. ഇപ്പോൾ 5500 കിലോമീറ്റർ ഓടി ഞാൻ ഇങ്ങനെ സോളാറൊക്കെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ സാധാരണ പെട്രോൾ ഇത്രയും ദൂരം ഓടിക്കാനായിട്ട് ഏകദേശം 10-16,000 രൂപയാവും. അപ്പം ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ ഇലക്ട്രിക്ക് നമ്മുടെ സോളാറൊന്നും ഇല്ലെങ്കിൽ തന്നെ മാക്സിമം ഒരു 1000 രൂപയ്ക്കകത്ത് നമുക്ക് ഇത്രയും യാത്ര ചെയ്യാനായിട്ട് കഴിയും. ഭയങ്കര കോസ്റ്റ്ലി ഒന്നും ആവുന്നില്ല, പൈസയൊന്നും ആവുന്നില്ല, പിന്നെ വളരെ കംഫർട്ടാണ്. ബാക്കി ആഗ്രഹങ്ങളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. 2.0 അപ്ഡേറ്റ് വന്നിട്ടില്ലേ? അപ്പോൾ ഈ 2.0 അപ്ഡേറ്റ് വന്നതിൽ നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഈ അപ്ഡേറ്റും വാഹനം പഴയ ഈ ഒരു 2 മാസം മുമ്പാണ് 2.0യുടെ അപ്ഡേറ്റ് വന്നത്. അത് മൂവ് ടു OS എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്ന മാറ്റങ്ങൾ ക്രൂയിസ് കൺട്രോൾ നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ അധികമൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ റോഡുകളിൽ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമുക്കൊരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹൈവേയിലൊക്കെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരു ഫിക്സഡ് ഒരു കിലോമീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ കിലോമീറ്റർ തന്നെ പോകും. നമുക്ക് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാതെ വണ്ടി ഓടിച്ച് പരിചയമില്ല നമുക്ക് 2 വീലേഴ്സിന്. പക്ഷേ നമുക്ക് ഇതിൽ ഈ ക്രൂയിസ് കൺട്രോൾ ഒന്ന് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മാപ്പ്, ഇതിൽ ഗൂഗിൾ മാപ്പ് അല്ല യൂസ് ചെയ്യുന്നത്, മാപ്പ് ഓഫ് ഇന്ത്യ എന്നൊരു പുതിയൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് തുടക്കത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കിട്ടാനും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ആയി, സ്ഥലങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും 3 മോഡാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നോർമൽ മോഡ്, ഒന്ന് സ്പോർട്സ് മോഡ്, ഒന്ന് ഹൈപ്പർ മോഡ്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഒരു എക്കോ മോഡ് എന്നൊരു മോഡും കൂടെ തന്നിട്ടുണ്ട്. മുമ്പും എക്കോ മോഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു 18% താഴെ വരുന്ന സമയത്ത് എക്കോ മോഡിൽ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, എക്കോ മോഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് റേഞ്ച് കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഈ ഓല യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ചാർജ് കുറയുന്ന സമയത്ത് ഇത് ഉറക്കി കിടന്ന് നമ്മുടെ റോഡിലേക്ക് വെച്ച് വിളിച്ച് കളയും. ഈ ചാർജ് കുറവാണ്, ചാർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ നമ്മൾ തുറച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ വോയിസ് കുറയ്ക്കാനായിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 അപ്ഡേറ്റാണ് ഈ OS 2ൽ അവർ കൊണ്ടുവന്നത്. ഇപ്പോൾ ചാർജിങ്ങിനെ പറ്റി പറയുമ്പം നമുക്ക് വീട്ടിലല്ലേ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 0 to 100 ആവാൻ നമുക്ക് എന്തോരം സമയം എടുക്കുന്നുണ്ട് ഒരു ഫുൾ ചാർജ്? അപ്പോൾ വീട്ടിൽ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യുന്ന പ്ലഗിൽ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 0 to 100 ആവാനായിട്ട് 5.5 മണിക്കൂറാണ് ചാർജ് ആവുന്നത്. അപ്പോൾ നോർമലി ഞാനൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് തൊട്ടുമ്പായിട്ട് ചാർജ് ചെയ്തിട്ടേക്കും അത് ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ഓട്ടോ കട്ടാകും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തീ പിടിക്കുന്നുള്ള അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ KSEBയുടെ തന്നെ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 140ഓളം ചാർജിങ് സ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചെറിയ രീതിയിൽ ചാർജുള്ള ഡ്രോപ്പും വന്ന് വഴിയിലായിപ്പോലും ഒരു അരമണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എത്തേണ്ട സെറ്റപ്പ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഇല്ലല്ലോ. ചാർജിങ് ഇപ്പോൾ ഓല പറയുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു, എല്ലാ ജില്ലകളിലും 2 ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഓലയുടെ ഒരു കമ്പനി ഫ്യൂച്ചർ ഫാക്ടറിയുടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് അവർ അവിടെ ഉണ്ട്. ഇനി എല്ലായിടത്തും ആയി വരുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നോർമൽ ചാർജിങ് ആണ് ഇപ്പോൾ നിലവിൽ KSEBിൻ്റെ ആണെങ്കിലും നോർമൽ ചാർജിങ് ആണ്. അതിന് 5.5 മണിക്കൂർ 0 to 100 ആവും. പക്ഷേ നമ്മൾ വഴിയിലൊക്കെ പോകുമ്പോൾ 0 ആവത്തില്ലല്ലോ. ഒരു 50% അല്ലെങ്കിൽ 20% വീട് വരെ എത്താനായിട്ട് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്താൽ 10 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് പോകും. അവിടെ ചാർജ് എന്താ വരുന്നുണ്ട് KSEB ചാർജ്? KSEBിൽ നമ്മൾ ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇത് നമുക്ക് എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട് ഫുൾ ചാർജ്? നമുക്ക് 3.97 kWh ബാറ്ററിയാണ് ഉള്ളത്. നമുക്കൊരു 4 യൂണിറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 16 രൂപയും അതിന് KSEBിയുടെ ആ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 40 രൂപ. ഇത്രേ വരുന്നുള്ളൂ 0 to 100 ചെയ്യാനായിട്ടേ പറഞ്ഞത് 40 രൂപയ്ക്ക്. അല്ലെങ്കിലൊക്കെ ഒരു യൂണിറ്റിന് ഒരു 10 രൂപ വെച്ചൊക്കെ എടുക്കത്തില്ല. അപ്പോൾ ഈ 5000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ടല്ലോ. ഈ 5000 കിലോമീറ്ററിനകത്ത് ഇതുവരെ വഴി കിടന്നിട്ടുണ്ട്. ഇപ്പം ഓലയുടെ കുറേ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും വീഡിയോസിന് ഇഷ്ടംപോലെ വണ്ടി വഴി കിടക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനം ഇതുവരെ ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും
ഈ വഴി കിടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെട്രോൾ വണ്ടി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് വണ്ടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് പെട്രോൾ ആകുമ്പോൾ ഒരു 2 സെക്കൻഡിലെ പെട്രോൾ അടിച്ച് വണ്ടി ഓടാം. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിൽ നമുക്ക് ആ ഒരു പരിചയക്കുറവ് കൊണ്ടാണ് ശരിക്കും വഴി കിടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഹാരിസ് ബില്ല എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ കിട്ടിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ക്രൈസ് കയറിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ എത്ര ചാർജ് വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് കുറച്ച് കൊണ്ട് വഴിയിൽ ഇറക്കിയതാണ്. പക്ഷേ തിരിച്ചു വന്ന വഴി കുറച്ച് കൂടുതലായിപ്പോയി, കുറച്ച് നല്ല കയറ്റമുള്ളതായിപ്പോയി. അപ്പോൾ ഈ ഓല ഇറങ്ങിയപ്പോൾ ശരിക്കും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ വണ്ടി ഈ കയറ്റത്തിൽ എക്കോ മോഡിൽ കയറുന്നില്ല. എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി ചോദിക്കുക ഓല പ്രശ്നമാണോ, ഓല പണി തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരോടൊക്കെ അവിടെ നിന്ന് മറുപടി പറഞ്ഞ് ആ കയറ്റത്തിൽ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ത്രോട്ടിൽ കൊടുത്താൽ വെച്ചിരുന്നത്. ആ സമയത്ത് മേളിൽ കയറിയ സമയത്ത് ചാർജ് പെട്ടെന്ന് 0 ആയി. കിലോമീറ്റർ ഒന്നും ഒരു ദൂരവും പോകാത്ത രീതിയിൽ വണ്ടി അങ്ങ് ഓഫായിരുന്നു. പിന്നെ അവിടെ അടുത്തൊരു ബജാജിന്റെ ഷോറൂം ഉണ്ടായിരുന്നു. വേറെ പല കടകളും ചോദിച്ചു, അതും സംബന്ധിച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയും പലർക്കും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. തുടക്കത്തിലാകുമ്പോൾ അത് കുറച്ച് കൂടുതലാണെന്ന് അറിയാം. അപ്പോൾ അവിടെ പ്രൈം മോട്ടോഴ്സ് എന്നൊരു ഒരു കമ്പനി ഉണ്ടായിരുന്നു, ബജാജിന്റെ ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആയിരുന്നു. അപ്പോൾ അവരോട് ചെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു 0 ആയതുകൊണ്ട് പെട്ടെന്ന് 1 മണിക്കൂറൊന്നും കൊണ്ട് ചാർജായി വന്നില്ല. പിന്നെ അവസാനം അവർ അവിടെ തന്നെ നമ്മളെ നിർത്തിയിട്ട് വണ്ടി അവിടെ വയ്ക്കാൻ പറഞ്ഞു. വണ്ടി അവിടെ വെച്ചിട്ട് രാത്രി ആയപ്പോൾ അവർ ഫുൾ ചാർജ് ചെയ്യുന്നു. ഒരു പൈസ പോലും മേടിക്കാതെ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. അപ്പോൾ പ്രൈം മോട്ടോഴ്സിനെ ഈ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഓർക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞാനത് ചെയ്ത് നമ്മുടെ ഹാരിസ് വില്ലയിൽ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ്. പക്ഷേ അതൊരു നല്ല പണിയായിപ്പോയി. പിന്നെ ഇടയ്ക്ക് വൈഫ് കൊണ്ടുപോയപ്പോഴും വണ്ടി കൊണ്ടുപോയ സമയത്തും ഇടയ്ക്ക് ഒരിക്കൽ ഇങ്ങനെ വഴിയിലായിരുന്നു. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധയോടെ അത് ഹാൻഡിൽ ചെയ്തത്. ഇപ്പോൾ ഡെയിലി പെട്രോൾ അടിക്കുന്നത് പോലെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഡെയിലി കുറച്ച് ചാർജ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു മനസ്സ് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വഴിയിലൊന്നും ആകത്തില്ല. സാധാരണ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ കഴിയും. ഇത് സർവീസിനെ കുറിച്ച് പറയുമ്പോൾ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സർവീസ് വേണ്ട. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഓല എന്നെ 2 തവണയാണ് സർവീസിൻ്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. 2 തവണയാണ് എനിക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇതിൽ ഓലയിലെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ഒരു നമ്പർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർ കെയർ നമ്പർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടൈം അത് വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ക്രാച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ സ്ക്രാച്ച് മാറ്റാനായിട്ട് അവർ കൊണ്ടുപോയി 6 ദിവസം ടൈം എടുത്തു. അത് ശരിക്കും ജനുവരി 20, അതായത് തുടക്കം, ഈ വണ്ടി കേരളത്തിൽ ഇറങ്ങുന്ന തുടക്ക സമയത്താണ്. അത് കഴിഞ്ഞ് 2-3 ദിവസം മുമ്പേ 2-3 ആഴ്ചകൾക്ക് മുമ്പേ ഒരു ഗ്ലിച്ചിങ് സൗണ്ട് ഉണ്ടായിരുന്നു. അവരത് ഒരു ഞായറാഴ്ച ഞാൻ വിളിച്ച് പറഞ്ഞു. ആ ഞായറാഴ്ച തന്നെ വന്ന് വണ്ടി കൊണ്ടുപോയി വ്യാഴാഴ്ചക്ക് തിരിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് സർവീസ് സെൻ്റർ ഇല്ല. ഈ സർവീസ് സെൻ്ററിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ RSA ഈ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 500 അടച്ച് റോഡ് സൈഡ് അസിസ്റ്റൻ്റ് ഒരു പാക്കേജ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഒരു ടീം ഇവിടെ വരും. അവർ വണ്ടി പിക്ക് ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആ ഒരു പാക്കേജ് 500 രൂപയുടെ പാക്കേജേ ഉള്ളൂ. അപ്പോൾ 500 കൊടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവരങ്ങ് ചെയ്തു. അപ്പോൾ തേർഡ് പാർട്ടിയാണോ അവർ ചെയ്യുന്നത്? തേർഡ് പാർട്ടി അല്ല, ഫുള്ള് തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഓല തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് സാധനം വണ്ടി പിക്ക് ചെയ്യുന്നതെല്ലാം പ്രൈവറ്റ് ഏജൻസികളാണ്. അവർ പുറത്ത് ഏജൻസി കൊടുക്കുകയാണ്. ഏജൻസിക്കാർ വന്നിട്ട് ഓലയ്ക്ക് കൈമാറും. അവിടെ വണ്ടി എത്തിയാലുടൻ തന്നെ അവിടുത്തെ ടെക്നീഷ്യൻ നമ്മളെ വിളിക്കും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചോദിക്കും. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ നമ്മളെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ചെയ്യണോ, വണ്ടി എന്ന് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എറണാകുളത്ത് മാത്രമേ ഇപ്പോൾ ശരിക്കും സർവീസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഗ്യാപ്പ് ഭയങ്കരമാണ്. കാര്യം ഒരു 4-5 ദിവസമൊക്കെ സമയം വരുന്നില്ല. ഗ്യാപ്പ് വളരെ കൂടുതലാണ്. രണ്ടാമത് വണ്ടി കൊണ്ടുപോയപ്പോഴും 4 ദിവസം എടുത്തിരുന്നത്. അപ്പം ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഫോറം ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. അതിൽ ഏകദേശം 350ഓളം പേരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവരെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിപ്ലൈ ആയിട്ട് തന്നത് ഈ ഡിസംബറോട് കൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർ സർവീസ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈം ഗ്യാപ്പ് വരുന്നത് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. ശരിക്കും നമ്മൾ വേറെ വണ്ടികളില്ലാതെ വേറെ വണ്ടിയെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന സമയത്ത് 4 ദിവസം ഗ്യാപ്പൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ആ ഗ്യാപ്പ് കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉള്ള നല്ല സ്ക്രീനാണ്. നമുക്ക് ഇതിൽ കളറൊക്കെ സെലക്ട് ചെയ്യാം. ഇതിൽ ഡാർക്ക് മോഡും വൈറ്റ് മോഡും ഒക്കെ ഉണ്ട്. നമുക്ക് കളർ മോഡൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. വളരെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് അതുകൂടാണ്ട് വേറെ വരുന്നത് ഇതിൻ്റെ ട്രങ്ക് സ്പേസ് ആണ്. ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ട്. 30 കിലോ അരിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വെക്കാനായിട്ട് കഴിയും. എന്നാൽ ഹെൽമെറ്റ് ആണെങ്കിൽ അവർ 2 വലിയ ഹെൽമെറ്റ് വെക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വലുതും ഒരു ചെറുതേ വെക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. സിംഗിൾ പ്രസ്സിലൂടെ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, സാധാരണ കുഞ്ഞു കുട്ടികളൊക്കെ ഈ വണ്ടികളൊക്കെ കാണുമ്പോഴേ അവർക്കൊരു ക്രൈസ് തോന്നും. അപ്പോൾ അവരിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മണ്ണൊക്കെ വാരിയിടുന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇത് കീലെസ് ആണ്, വണ്ടിയിൽ കീ എന്നൊരു സംഭവമേ ഇല്ല. അപ്പോൾ കീ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും സിംഗിൾ പ്രസ്സിലൂടെ നമുക്ക് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യാനൊക്കെ കഴിയും. ലോക്ക് ആണെങ്കിലും അത് പറ്റും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് ബെൽറ്റ് ഡ്രൈവ് ആണ്. കൊണ്ട് വളരെ സ്മൂത്താണ്. റൈഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. പിന്നെ ഫ്രണ്ട് ബാക്ക് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ്, ഈ പില്ലിയൻ റൈഡർ ബാക്കിലിരിക്കുന്ന ആൾ കയറുന്ന സമയത്ത് ഈ ഒരു നമ്പർ പ്ലേറ്റിൽ കാലിങ്ങനെ ടച്ച് ചെയ്ത് വളയാനായിട്ട് സാധ്യത പലതവണ കയറിയവരെ മിക്കവരുടെയും കാലവിടെ തട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിസൈനിൽ ആ ഒരു ഫോൾട്ടും കാണുന്നുണ്ട്. പിന്നെ ഒരു പുതിയ വണ്ടി കണ്ട് എല്ലാവർക്കും ഒരു അങ്കലാപ്പാണ്. ഇപ്പം ഹോണ്ടയോ അങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡുള്ള കമ്പനികൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു ധൈര്യം കാണും. ഒരു പുതിയ കമ്പനി ആകുമ്പോൾ നമ്മൾ 1.5 ലക്ഷം രൂപ എടുത്തിട്ട് എന്തെങ്കിലും പണി കിട്ടുമെന്നുള്ള പേടിയാണ് കൂടുതൽ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഭവം, എൻ്റെ വളരെ അടുത്ത സുഹൃത്തിന്, എൻ്റെ അനിയന് സംഭവിച്ച കാര്യമാണ് ഈ ഒരു സ്റ്റാൻഡ് കണ്ടത്. സാധാരണ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പ്രിംഗ് ആണ്, അപ്പോൾ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാവും. ഇതിൽ ഇങ്ങനൊരു സംഭവമില്ല. ഈ ഇറക്കത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇറക്കത്തിലൊക്കെ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ലിപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഇറക്കത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വണ്ടികൾക്ക് പണി കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ നമ്മളൊരു യൂസർ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളെക്കാളും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വണ്ടികളിലുണ്ട്, എന്നാലും ഇതിലും ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഇതൊരു മൊബൈൽ ചാർജിങ് ഏരിയ ഉണ്ട്. നമുക്ക് മൊബൈലൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടെ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ബാക്കി പേപ്പറോ മൊബൈലൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട്. പിന്നെ പുതിയ അപ്ഡേഷൻ വരുന്നതിന് മുമ്പായിട്ട് ഈ ചാർജ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ റീബൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 5 മുതൽ 10% വരെ ഇതിൻ്റെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ചാർജ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, അതെല്ലാം മാറി. ഇനി വരുന്ന ദീപാവലിയിൽ ഇതിൻ്റെ OS 3.0 എന്നുള്ള പുതിയ OS വരുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഓലയുടെ ഒരു ആപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ സ്കൂട്ടർ അൺലോക്ക് ചെയ്യാനും ഈ ട്രങ്ക് ഓപ്പൺ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു സെക്ഷനിൽ വണ്ടി എന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ളതും എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതും ബാക്കി സ്കൂട്ടറിൻ്റെ പേര് മാറ്റാനുള്ള പരിപാടിയിലുണ്ട്. ഇപ്പോൾ 97% ബാക്കിയുള്ളത്. ഇത് എക്കോ മോഡൽ 165 കിലോമീറ്റർ, ബാക്കി പോകുന്നവർ പറയുന്നുണ്ട്. നോർമലിൽ 131. ഈ 131 പറഞ്ഞാലും ഓൾമോസ്റ്റ് 140 ഒക്കെ പോകും. പർച്ചേസ് ഡേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ കാണാനായിട്ട് കഴിയും. നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കീലെസ് എൻട്രിയാണ്. ഒന്നുകിൽ നമുക്ക് 2 തരത്തിലുള്ള എൻട്രിയാണ് ഇതിനകത്തുള്ളത്. ഒന്ന് നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഈ ആപ്പിൽ ഈ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവും. അൺലോക്കായിട്ട് സാധാരണ പോലെ ഈ ബ്രേക്ക് ലിവർ പ്രസ് ചെയ്ത് ഈ റെഡ് ബട്ടൺ അമർത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡ് മാറ്റാൻ മറന്നു പോകരുത്. അത് എല്ലാം കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് വണ്ടി റൈഡിങ് പൊസിഷൻ ആവും. ഇതിൽ 0 എന്ന് കാണിച്ചിട്ട് ജസ്റ്റ് സാധാരണ പോലെ ലൈറ്റായിട്ട് ത്രോട്ടിൽ കൊടുത്താൽ മതി, വണ്ടി മുന്നേക്ക് മൂവ് ചെയ്ത് തുടങ്ങും. ഇനി ഓടുന്ന സമയത്ത് നമുക്ക് ഈ ആപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയത്തില്ല. അത് ഓല സ്കൂട്ടർ ഈസ് ഓൺ ദ മൂവ് എന്നവർ ഒരു ഓപ്ഷനും കാണിച്ചേക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ സമയത്ത് നമുക്ക് മൊബൈൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സഞ്ചരിച്ച കിലോമീറ്ററൊക്കെ നമുക്ക് അപ്പോഴും അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഹാൻഡിൽ മുഴുവൻ ചരിച്ച് വെച്ചതിന് ശേഷം, ലെഫ്റ്റ് സൈഡിലേക്ക് ചരിച്ചതിന് ശേഷം വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഓപ്പൺ ആയാലും മാത്രമേ ഇത് ലോക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് അൺലോക്ക് ആയിട്ട് കൊണ്ടുവരും. അടുത്ത ദീപാവലിക്ക് പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ അപ്ഡേറ്റിൽ ശരിക്കും നമുക്ക് കോളൊക്കെ ഇതുവഴി അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കോളിൻ്റെ ഇൻറ്റിമേഷൻ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള 3 സൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴും സൈഡിലൂടെ പോകുന്ന വണ്ടികളൊന്നും നമ്മളെ കാണുന്നില്ല. ശരിക്കും അവർക്ക് വണ്ടിയുടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ 3 സൗണ്ട്, അതിൽ മൂഡ് സൗണ്ട്സ് എന്നാണ് പറയുന്നത്, 3 സൗണ്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ കോള് കാണുന്നത് വളരെ അത്യാവശ്യം. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ മൊബൈലിൽ ഇങ്ങനെ ബെല്ല് ഇറങ്ങിയിരുന്ന ആരെന്ന് അറിയാണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വഴിയിലൊക്കെ നിർത്തിയിട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ തന്നെ അറിയാൻ കഴിയും. ഒട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ അത് കളയുന്നില്ല. കാരണം വെച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അറിയാനല്ലേ പറ്റത്തുള്ളൂ. അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഇതിൽ പാട്ട് കേൾക്കാൻ പറ്റുമോ? പാട്ട് കേൾക്കാൻ പറ്റും. പാട്ട് നമുക്ക് ഈ ആപ്പിൽ തന്നെയാണ് പാട്ട് കേൾക്കേണ്ട ഓപ്ഷൻ ഉള്ളത്. വണ്ടി അൺലോക്ക് ചെയ്യണമെന്ന് പോലുമില്ല, ബ്ലൂടൂത്ത് കണക്റ്റ് ആയിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ യൂട്യൂബിലോ എവിടെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കയറിയതിന് ശേഷം പാട്ട് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിൽ ഭയങ്കര വോയിസാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ചുറ്റും ആൾക്കാരൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. ഇത് ഫുൾ സൗണ്ടോ? ഇത് ഫുൾ സൗണ്ടാണ്. ആകുമ്പോ കിടല് ശരിക്കും ചെറിയൊരു സഞ്ചരിക്കുന്ന മ്യൂസിക് സിസ്റ്റമാണ്. വലിയ സൗണ്ടാണുള്ളത്.